ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാതിരാത്രി കഴിയുവോളം ചിന്തിച്ചിരിക്കലും ഫോൺ ചെയ്യലും ഫോൺ വരലും ഒക്കെ അല്ലേ? ഇത്ര ടെൻഷൻ അടിക്കാനുള്ള കാരണം ചോദിച്ചാ ജഗന്റെ വായിന്ന് ഒരു മറുപടിയും കിട്ടുകയില്ല. എന്താ ജഗ, രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? ഇലക്ഷനൊക്കെ അടുത്ത് വരല്ലേ? ഏയ്, അതൊന്നുമല്ല. രാഷ്ട്രീയം ഇടയ്ക്കൊന്ന് നിർത്തിവെച്ചെന്ന് വെച്ച് അത് മുഴുവനായിട്ടങ്ങ് കളയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ ഉറക്കം കിടക്കുന്ന പ്രശ്നം വർഷയെ കാണാതായത് തന്നെയാണ്. പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലൊരു പ്രതികരണം പോലും കിട്ടിയിട്ടില്ല. ദിയമോളുടെ കാര്യത്തിലും ടെൻഷനുണ്ട്. കാവല് വെച്ച് തന്നെ ദിയമോളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നത് കണ്ടില്ലേ? ഗ്രഹനാഥന് ഉത്തരവാദിത്വം കൂടിയപ്പോ ഉറക്കത്തിന്റെ കാര്യം കമ്മിയായി അല്ലേ? എന്നാ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കാം. എന്താ അത്? രാജീവ് സാറിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായവര് ഇപ്പോഴും പുറത്തുണ്ട്. ഏതോ രാഷ്ട്രീയക്കാരന്റെ തണലിൽ അവർ സുരക്ഷിതരായി കഴിയാം. അവരെ കണ്ടെത്താൻ എനിക്ക് ജഗന്റെ സഹായം വേണം. വന്ദന ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ദിയമോൾ എന്നെ വിളിക്കുന്നത് അമ്മ എന്ന ആ വിളിക്ക് ഞാൻ യോഗ്യയാവണമെങ്കിൽ അവളുടെ അച്ഛന്റെ കൊലപാതകയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പിന്നെ രാജീവ് സാറിന്റെ അമ്മ ശ്രീവിദ്യാമ്മയില്ലേ, അവരെന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്നത്. അവരുടെ ആത്മാവിനോടും എനിക്ക് നീതി പുലർത്തണം. എല്ലാത്തിനുപരിയായി രാജീവ് സാറിനോടും. വെറും ഒരു ശമ്പളക്കാരിയായിരുന്ന എന്നെ ജാതകദോഷക്കാരിയാണെന്നറിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറായ ആ മനസ്സ്, അതിനോട് എനിക്ക് കടപ്പാടുണ്ട് ജഗൻ. യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. അതിന് ജഗൻ എന്നെ സഹായിക്കണം. ജഗനൊന്നും പറഞ്ഞില്ല. അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. വന്ദനയും എന്നോടൊപ്പം വരണം. എങ്ങോട്ടാ? എവിടേക്കാണെങ്കിലും നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പറ്റില്ല. വേണ്ട, മോളും വന്നു. പെട്ടെന്ന് പോയി റെഡിയാവും. ഞാൻ എപ്പഴേ കുളിച്ചിട്ട് റെഡിയായി. മിടുക്കി. ദിയമോൾക്ക് ചന്ദനം കുറയില്ലേ? ആരെ പറഞ്ഞതില്ലെന്ന് ഉണ്ടല്ലോ. ഞാൻ സുചിത്ര ആന്റി അടുത്ത് യാത്ര പറഞ്ഞിട്ട് വരാം.